ഹലോ. അപ്പം നമ്മുടെ ഒരു മോർണിംഗ് റുട്ടീനൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പോലെ തന്നെ ഞാൻ ആദ്യം തന്നെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യും. എന്നിട്ട് ചാടിത്തുള്ളി അടുക്കളയിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. ഞാൻ പോകാറില്ല. ഞാൻ ആദ്യം അടുക്കളയിലേക്ക് പോകാറേ ഇല്ല. എനിക്ക് ഇഷ്ടമല്ല എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ അടുക്കളയിലേക്ക് പോകുന്നത്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ജനലുകളും വാതിലുകളൊക്കെ തുറന്നിട്ടിട്ട് കുറച്ച് സമയം ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ഫ്രഷ് എയർ കൊള്ളാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ പോയി നിൽക്കാറാണ് പതിവ്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അതാണ് ഇഷ്ടം. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം അതാണ്. വീട്ടിൽ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം ഫ്രണ്ടിൽ പോയി നല്ല ഫ്രഷ് എയർ ഒക്കെ കൊള്ളുക, കുറച്ച് മനുഷ്യരെയൊക്കെ കാണുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അടുക്കളയിലേക്ക് എണീച്ചിട്ട് അപ്പം തന്നെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അന്നത്തെ ദിവസം തന്നെ പോയിരിക്കും. എന്നോട് എല്ലാവരൊക്കെ ചോദിക്കാറുണ്ട്, നിനക്ക് എല്ലാത്തിനും കൂടെ ഒക്കെ ടൈം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്ന്. അതിന് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെ തന്നെയാണ്. അപ്പോൾ എനിക്ക് എല്ലാത്തിനും സമയം കണ്ടെത്താൻ പറ്റും. നമ്മളെല്ലാവരും നമ്മളെ തന്നെ വേണം ആദ്യം ഇഷ്ടപ്പെടാൻ. എന്താ പറയുക, നമ്മളെല്ലാവരും ഭയങ്കര സൗന്ദര്യമുള്ളവരൊന്നും അല്ലെങ്കിലും നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് നടക്കാനും നമ്മളെ തന്നെ ആസ്വദിക്കാനും പിന്നെ എന്താ പറയുക, നമുക്ക് വേണ്ടി സമയം കണ്ടെത്താനും എല്ലാം പറ്റും. നമ്മളെ അങ്ങ് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. പക്ഷെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഓരോ കാറ്റഗറി ആണല്ലോ. ഇപ്പം എൻ്റേതായ രീതികൾ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല, എന്നെ ഒരാൾക്ക് ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ സമയം ഞാൻ തന്നെ കണ്ടെത്താറുണ്ട്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് രാവിലെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ മടുപ്പിക്കുന്നൊന്നുമില്ല. രാവിലെ ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മുറ്റത്ത്, അതായത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള വഴുതനങ്ങയാണ്. അപ്പോൾ വഴുതനങ്ങ പൊള്ളിച്ചതും പിന്നെ നമ്മൾ ഞാൻ തലേദിവസം തന്നെ സോക്ക് ചെയ്ത് വെക്കും. കാരണം പയർ കുക്കറിൽ വെച്ച് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ വേവ് അറിയില്ല. അതുകൊണ്ടാണ് പയർ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ട് ചട്ടിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നത്. വഴുതനങ്ങ മപ്പാസ് വെക്കാൻ വേണ്ടി സാധാ എല്ലാവരും വെക്കുന്ന പോലെ പയറും, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ വാഴക്കൂമ്പുണ്ടായിരുന്നു. വാഴക്കൂമ്പും കൂടിയാണ് ഞാൻ എന്താ പറയുക ഒരു വറവ് പോലെ ഉണ്ടാക്കുന്നത്. അതാണ് നമുക്കിന്ന് ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ തലേ ദിവസം തന്നെ മീനൊക്കെ വാങ്ങിച്ച് നന്നാക്കി വെക്കും. കാരണം പിറ്റേ ദിവസം മീൻകാരൻ വരണ വരെയും വെയിറ്റ് ചെയ്താൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ തന്നെ സമയം വീണ്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോഴൊക്കെ മീൻകാരനോട് വാങ്ങിക്കാറില്ല. ഇല്ലെങ്കിൽ ഞാൻ തലേ ദിവസം വൈകുന്നേരം തന്നെ മീൻ സംഘടിപ്പിച്ചൊക്കെ വെക്കും. അപ്പോൾ മീൻ കറിയും ഒക്കെ ആക്കിയിട്ടുണ്ട്. എൻ്റെ അടുക്കളയിലെ പണികളൊക്കെ ഏകദേശം ഫുള്ളായിട്ട് തീർന്ന് നമ്മൾ തോരനും അതുപോലെ തന്നെ കറിയും പിന്നെ അപ്പത്തിന് കറിയും, ഇനിയിപ്പോൾ കുളിച്ചിട്ട് അപ്പമൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ അടുക്കള ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റമൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വീടിങ്ങനെ വൃത്തികേടാക്കി ഇടുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വൃത്തികേടാക്കി ഇടുന്ന ഒരു സാധനം പൂച്ചയാണ്. എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് ഇതുങ്ങളുടെ ഈ മറ്റേ രോമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതുങ്ങളോട് വിദ്വേഷമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ എനിക്ക് ഫ്രണ്ടിലൊന്ന് പോയി ഇരിക്കാൻ പോലും പറ്റില്ല. നന്നായിട്ട് തൂത്ത് തുടച്ചിടാതെ എനിക്ക് പോയി ഇരിക്കാൻ പറ്റില്ല. എനിക്കെന്തോ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് അത്. എന്താ പറയുക, ഇങ്ങനെ രാത്രിയാകുമ്പോൾ ഇതുങ്ങളൊക്കെ ഭയങ്കര വലയായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് കയറി നടന്ന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്തായാലും അടിച്ച് തൂത്ത് വാരി ഇടും കേട്ടോ. എല്ലാ ദിവസവും കൃത്യമായിട്ട് അത് ചെയ്യും. അപ്പോൾ രാവിലെ നമുക്ക് കാപ്പിക്ക് അപ്പമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഒരു 9 മണിക്ക് മുന്നേ തന്നെ എൻ്റെ എല്ലാ പരിപാടിയും വൈൻഡപ്പ് ആയിട്ടുണ്ട്. കുഞ്ഞൻ ആ സമയത്ത് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞനും വന്നിട്ടുണ്ട്. അപ്പോൾ ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ തുണിയും അലക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ തീരാറായിട്ടുണ്ട്. ഒരു 10 മണിയാകുമ്പോൾ ടോട്ടലി ഞാൻ ഫ്രീ ആവും. പിന്നത്തെ സമയം ഫുള്ള് എൻ്റെ മാത്രമാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ എല്ലാവരെയും പോലെ ഫുൾ ടൈം അടുക്കളയിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടമല്ല. പണിയെടുക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ സമയം മുഴുവൻ അടുക്കളയിലായിരുന്നു. അടുക്കളപ്പണി കൊണ്ട് മടുത്തു അങ്ങനെയൊന്നും പറയാൻ എനിക്ക് ഇഷ്ടേ അല്ല. ഞാൻ അടുക്കളപ്പണിയൊക്കെ വൈകുന്നേരം വരെയുള്ള എല്ലാ പരിപാടികളും ഏകദേശം 10 മണിയോടുകൂടി തീർക്കും. എനിക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ പോയി ഓരോരോ പണി അതുണ്ടാക്കും ഇതുണ്ടാക്കും അങ്ങനെയൊന്നുമില്ല. ഉണ്ടാക്കും, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ ഇങ്ങനെ ടോട്ടലി അടുക്കളയിൽ തന്നെ എൻ്റേതായ സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അടുക്കളപ്പണിയൊക്കെ ആദ്യം തന്നെ ഒതുക്കിയിട്ട് ബാക്കിയുള്ള സമയം എൻ്റെ മാത്രമായിട്ടുള്ള സമയമാക്കി മാറ്റാനാണ് ഞാൻ നോക്കാറ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും എനിക്കിഷ്ടമുള്ള ഇഷ്ടമുള്ളിടത്ത് പോകാനും ഫ്രണ്ട്സിനെ കാണാനും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിക്കാനും പിന്നെ പഠിക്കാനും അതിനൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഞാൻ അത്ര വലിയ പഠിപ്പിച്ചിട്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ ആൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഞാനും കുഞ്ഞിനും കാപ്പി കുടിച്ചു. ഈ കുഞ്ഞിന് കാപ്പി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. കുറച്ച് TV ഒക്കെ കാണിച്ചിട്ടൊക്കെയാണ് കാപ്പി കൊടുക്കുന്നത്, അല്ലാതെ പറ്റത്തില്ല.
പിന്നെ ആൾ കുറച്ച് സമയം അംഗൻവാടി പോണതിന് മുന്നേ ആയിട്ട് കുറച്ച് ഹോംവർക്കൊക്കെ ഉണ്ട്. ആ സമയത്ത് രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ആൾ കുറച്ച് ചില്ലാവത്തുള്ളൂ. അപ്പോഴേ പറഞ്ഞാലൊക്കെ കേൾക്കത്തുള്ളൂ. ഇതൊരു റൈറ്റിംഗ് ബോർഡ്, എൻ്റെ റൈറ്റിംഗ് ബോർഡാണ്. അപ്പോൾ അത് മടി വെച്ചിട്ടിരുന്നിട്ടാണ് ആൾ എഴുതി പഠിക്കുന്നത്. നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ആളുടെ കൂടെ ഇരുന്ന് പറഞ്ഞൊക്കെ ചെയ്തൊക്കെ കൊടുത്താൽ ആൾ തന്നെത്താനൊന്നും എഴുതത്തൊന്നുമില്ല. പിന്നെ ഞാൻ ഭയങ്കരമായിട്ടൊന്നും ഇങ്ങനെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രഷറൊന്നും കൊടുക്കാറില്ല. ഞാനോ വലിയ പഠിപ്പിസ്റ്റൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ അവനെ വലിയ പ്രഷറൊന്നും കൊടുക്കാറില്ല. ആളെ സമയം പോലെ കുറച്ച് എൻ്റർടൈൻ ചെയ്ത് ആൾക്ക് എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ആളെ ഒന്ന് സ്നേഹിച്ചിട്ടൊക്കെയാണ് ആളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആൾ നമ്മുടെ കൂട്ടത്തിൽ കുറച്ചധികം സമയം ഇരിക്കും കേട്ടോ. അല്ലാതെ നമുക്ക് ഇരുത്താനേ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ 10 മണിയായപ്പോൾ തന്നെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് അംഗൻവാടിയിലാക്കി. എന്നിട്ട് എനിക്ക് 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില സ്ഥലത്തൊക്കെ ഞാൻ നല്ല പോസ്റ്റായിരുന്നു, എന്നാലും എനിക്ക് ഞാൻ തന്നെ പോവേണ്ടതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.